പാകിസ്ഥാൻ എന്ന രാജ്യം, അതിൻ്റെ ദുരൂഹത, അതിൻ്റെ സമ്പന്നത ഒക്കെ പലപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട്. പലതരത്തിലുള്ള അവകാശവാദങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായൊക്കെ ബന്ധപ്പെട്ട് ഭരണാധികാരികൾ കാലാകാലങ്ങളായി നടത്താറുമുണ്ട്. നമുക്ക് ഓർമ്മയുണ്ട്, ഇമ്രാൻഖാൻ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അപൂർവമായ എണ്ണ സമ്പത്ത് ഞങ്ങൾക്കുണ്ടെന്നും അതിൻ്റെ പര്യവേഷണത്തിലാണ് ഞങ്ങളെന്നും ആ എണ്ണ സമ്പത്ത് ഏതാണ്ട് പൂർണ്ണമായും ലഭിക്കുന്നതോടെ രാജ്യം അതീവ സമ്പന്നമാകുമെന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ അന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് പൊളിയുന്നൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അത് ശരിയായിരുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലായി. അന്ന് അമേരിക്കയുടെയൊക്കെ ഒരു സഹായമൊക്കെ അന്നും പാകിസ്ഥാൻ ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും. ഇപ്പോൾ ഏറ്റവും പുതിയ അവകാശവാദവുമായി രംഗത്ത് വരുന്നത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറാണ്. ശരിക്കും ആസിഫ് അലി സർദാരിയാണോ അതോ അസിം മുനീറാണോ പാകിസ്ഥാൻ്റെ ഭരണാധികാരി എന്ന കാര്യത്തിൽ ഇപ്പോഴും പലർക്കും സംശയങ്ങൾ ഉയരുന്നുണ്ട്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപുമായി ചർച്ച ചെയ്യുന്നതും മറ്റും എപ്പോഴും അസിം മുനീറാണ്. കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് 3-4 തവണ അസിം മുനീർ അമേരിക്കയിൽ എത്തുകയും ട്രംപിനെ കാണുകയും മറ്റും ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്ന സാഹചര്യമൊക്കെ നമ്മൾ ഓർത്തു വെക്കണം. ഇത്തരത്തിൽ അസിം മുനീർ ഇപ്പോൾ പറയുന്നത് ഏറെ കൗതുകകരമായ ഒരു കാര്യമാണ്. അതായത് പാകിസ്ഥാനിൽ ഒരു അപൂർവ നിധിയുണ്ടെന്നും ഇത് ലഭിക്കുന്നതോടുകൂടി ഈ നിധി ലഭിക്കുന്നതോടുകൂടി രാജ്യം വലിയ സമ്പന്നമാകും എന്നും പറഞ്ഞു വെക്കുകയാണ്. അത് അദ്ദേഹം പറയുന്നത്, നമുക്കറിയാം പാകിസ്ഥാൻ്റെ ഭാഗമായ ബലൂചിസ്ഥാനിൽ അപൂർവ ധാതു സമ്പത്തിൻ്റെ ഒരു പ്രദേശമാണ്. പക്ഷേ ബലൂച് പ്രവിശ്യ പാകിസ്ഥാനുമായി അത്ര സുഖത്തിലല്ല. അവിടെ ഒരു വിഘടനവാദമൊക്കെ നടക്കുന്ന പ്രദേശമാണ്. അങ്ങോട്ടേക്ക് സൈനികർക്ക് എത്തുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് പ്രശ്നമുള്ള സ്ഥലമാണ്. ഇത് ഒരുപക്ഷെ ഇതായിരിക്കില്ല, പാകിസ്ഥാൻ്റെ മറ്റൊരു പ്രദേശത്ത് ഇത്തരം ധാതു സമ്പത്തുണ്ട് എന്നും അത് ലഭിക്കുന്നതോടുകൂടി പാകിസ്ഥാൻ്റെ കടമെല്ലാം പൂർണ്ണമായി മാറും. ലക്ഷം കണക്കിന് ഡോളറുകൾ കടമുള്ള ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്ന് നമുക്കറിയാം. ഈ കടം പൂർണ്ണമായും മാറുമെന്നും പാകിസ്ഥാൻ ഒരു സമ്പന്ന രാജ്യമായി മാറും എന്നും ഞങ്ങളും സമൂഹത്തിൽ സമ്പന്നരായി ജീവിക്കുമെന്നൊക്കെയുള്ള അവകാശവാദമാണ് ഇപ്പോൾ അസിം മുനീറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ഈ അപൂർവ ധാതുക്കളുടെ കാര്യത്തിൽ ചൈന വളരെ സമ്പന്നമാണ്. അവർക്കൊരു വലിയ ആധിപത്യമുണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ ധാതുക്കളുമായൊക്കെ ബന്ധപ്പെട്ട്. ഈ ആധിപത്യം തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് യുക്രൈനിൽ അമേരിക്കയുടെ ഒരു കണ്ണൊക്കെ എത്തുകയും യുക്രൈനിലെ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് ചില ചർച്ചകളുടെയൊക്കെ ഭാഗമായി കുറച്ചൊക്കെ നൽകാം എന്നുള്ള കരാറിലേക്കൊക്കെ അവിടുത്തെ പ്രസിഡന്റ് എത്തുകയും മറ്റും ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ലോകത്ത് ധാതു സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു അപ്രമാദിത്യം നേടാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ മനസ്സിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാനിലും സമാനമായ ചില ലക്ഷ്യങ്ങൾ അമേരിക്കയ്ക്കുണ്ട് എന്നും ഈ പല വിഷയങ്ങളിലും ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ അതിനുശേഷം പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്ന അമേരിക്കയൊക്കെ നമ്മൾ കണ്ടു. അമേരിക്ക അല്ലെങ്കിൽ ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പാകിസ്ഥാനിലെ ധാതു സമ്പത്തുകളാണ് എന്നുള്ള തരത്തിലുള്ള ചില വീക്ഷണങ്ങളുമൊക്കെ പുറത്തു വരുന്നതിൻ്റെ പശ്ചാത്തലം ഇതിൻ്റെ പിന്നാലെയാണ്. അവിടെയാണ് അസിം മുനീറിൻ്റെ പുതിയ പ്രഖ്യാപനം ലോകരാജ്യങ്ങൾ ഏറെ കൗതുകത്തോടെ കേൾക്കുന്നത്. നേരത്തെ പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങളുടെ വികസനം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചില എണ്ണപ്പാടങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ചില സഹായങ്ങളൊക്കെ അമേരിക്ക ചെയ്തു വെച്ചതൊക്കെ കണ്ടതാണ്. പക്ഷെ അതൊക്കെ ആ അവകാശവാദങ്ങളൊക്കെ പിന്നീട് പാഴാകുന്നതും ലോകരാജ്യങ്ങൾ കണ്ടു. ഇന്ത്യയൊക്കെ ഏറെ ശ്രദ്ധയോടുകൂടി കേട്ട ഒരു കാര്യമാണ്. അവിടെ ചില എണ്ണ പര്യവേഷണമൊക്കെ നടക്കുന്നു എന്നുള്ളതും അപൂർവമായ ചില എണ്ണ സമ്പത്ത് അവിടെ ഉണ്ട് എന്നുമൊക്കെ. പക്ഷേ അത് പിന്നീട് പൊളിഞ്ഞു, ആ ഒരു അവകാശവാദം പൊളിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ധാതു സമ്പത്തുകളുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദം അസിം മുനീറിനെ പോലെയുള്ള പാക് സൈനിക മേധാവി ഉന്നയിക്കുന്നത്. അതും അമേരിക്കയുടെ പങ്കാളിത്തമുണ്ട്, അമേരിക്കയുടെ ചില ലക്ഷ്യങ്ങൾ പാകിസ്ഥാനുണ്ട് എന്ന കാര്യത്തിലുള്ള ചില വിലയിരുത്തലുകളാണ് പൊതുവെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതും പ്രധാനമാണ്. ഇതിനിടയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അസിം മുനീർ അടുത്ത പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാകുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. അമേരിക്കയ്ക്ക്, പ്രത്യേകിച്ച് ട്രംപിന് ഇതുമായി ബന്ധപ്പെട്ട ചില താല്പര്യങ്ങളുണ്ട് എന്നും പറഞ്ഞു വെക്കുന്നു. കാരണം ആസിഫ് അലി സർദാരിയേക്കാൾ ട്രംപിന് താല്പര്യം അസിം മുനീറിനെയാണ് എന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത്, അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ്. ഇവിടെയാണ് അസിം മുനീറിനോട് ഈ പാകിസ്ഥാനിൽ അമേരിക്കൻ സന്ദർശന ശേഷം വന്നിറങ്ങിയപ്പോൾ ചോദിച്ചിരുന്നു രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച്. അപ്പോൾ അസിം മുനീർ പറഞ്ഞത് താൻ രാഷ്ട്രത്തിൻ്റെ സേവകൻ മാത്രമാണെന്നും ദൈവം എന്നെ പാകിസ്ഥാൻ്റെ സംരക്ഷകനാക്കി, അതല്ലാതെ മറ്റൊരു സ്ഥാനവും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനൊരു സൈനികനാണ്, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം രക്തസാക്ഷിത്വമാണ് എന്നാണ് അസിം മുനീർ പറഞ്ഞു വെച്ചത്. ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഉടൻ സ്ഥാനമൊഴിയുമെന്നും പകരം സൈനിക മേധാവി രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വിരാമമിടാൻ വേണ്ടിയാണ് അസിം മുനീറിൻ്റെ പ്രസ്താവന എന്നുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ മറികടന്നുകൊണ്ടുള്ള
US ഉന്നത നേതൃത്വവുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ അസീം മുനീർ നടത്തിയതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. കാരണം പ്രസിഡന്റ് കഴിഞ്ഞാൽ അവിടുത്തെ നമുക്കറിയാം ശക്തൻ പ്രധാനമന്ത്രിയാണ്. പക്ഷേ പ്രധാനമന്ത്രിയെ പോലും മറികടന്ന് ഒരു സൈനിക മേധാവി ഒരുപക്ഷെ ഇത്തരത്തിൽ ചില ചർച്ചകളിലേക്കൊക്കെ പോകുന്നത് ആദ്യമായിട്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ സുപ്രധാന പദവികളും വഹിക്കുന്ന അസീം മുനീർ ഇപ്പോൾ ഈ പുതിയ പ്രസ്താവന നടത്തുന്നു. പാകിസ്ഥാൻ സമ്പന്നമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്തിനടിസ്ഥാനത്തിലാണെന്നും അത് പഴയ എണ്ണപ്പാടങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ ലോകരാജ്യങ്ങളെ വിഡ്ഢികളാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ് പാകിസ്ഥാനിൽ. പണപ്പെരുപ്പം വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു, വിലക്കയറ്റം വലിയ തോതിലാണ്, ജനം പല കാര്യങ്ങൾക്കും നെട്ടോട്ടം ഓടുകയാണ്, വർദ്ധിക്കുന്ന കടം അത് ആ രാജ്യത്തെ വല്ലാതെ ഞെരുക്കുന്നുണ്ട്. അമേരിക്കയുടെ മാത്രം സഹായം കൊണ്ട്, അവരുടെ എയ്ഡ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു രാജ്യമായ പാകിസ്ഥാന് അവിടുത്തെ ജനങ്ങൾക്ക് ഈ തങ്ങളുടെ സൈനിക മേധാവിയുടെ ഈ പ്രസ്താവന വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല.